വളരെ വിലപ്പെട്ട ഒരറിവ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ഔഷധ സസ്യമാണ്. ഇതിനെ നമ്മൾ കരിനൊച്ചി, വെള്ളനൊച്ചി, ആറ്റുനൊച്ചി, ഇതിൽ ഏത് പേരും നമുക്ക് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ കരിനൊച്ചി എന്ന് പറയുന്നു. ഇതിൻ്റെ പ്രത്യേകതകൾ ഒരുപാടുണ്ട്. ഇത്രയൊക്കെ പ്രത്യേകതകൾ ഇതിനുണ്ടോ എന്ന് നമ്മൾ സംശയിച്ചു പോകും. അപ്പോൾ ഇതൊരു അപൂർവ സസ്യമാണ്. നമ്മുടെ കേരളത്തിൽ വളരെ സുലഭമായി കാണുന്ന ഒരു ഔഷധ സസ്യമാണിത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. ഇതുപോലെ നീളം ഇലകളുള്ള വയലറ്റ് പൂക്കളുള്ളതാണ് കരിനൊച്ചി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നടുവേദനയ്ക്ക് ഏറ്റവും ഫലപ്രദമായ ഔഷധമാണ് കരിനൊച്ചി. വാദം മൂലമുണ്ടാകുന്ന നീര്, അതുപോലെ തന്നെ വേദനകൾ എല്ലാം മാറിക്കിട്ടാൻ കരിനൊച്ചി ബെസ്റ്റാണ്. ഇതുപോലെ ഇലകൾക്ക് അടിയിൽ വയലറ്റ് കളറും വയലറ്റ് പൂക്കളുമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വിട്ടുമാറാത്ത തലവേദന മാറാൻ പണ്ടൊക്കെ ഇതിൻ്റെ ഇല നിറച്ചിട്ടുള്ള തലയണ ഉപയോഗിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപസ്മാര രോഗികൾക്ക് ബോധക്കേടിൽ നിന്നും ഉണരാൻ ഇതിൻ്റെ ഇലയുടെ നീര് അത്യുത്തമമാണ്. അതുപോലെ തന്നെ കരിനൊച്ചിയില ചതച്ച് വായ്പുണ്ണുള്ള ഭാഗത്ത് വെച്ച വായ്പുണ്ണ് മാറിക്കിട്ടും. കാൽമുട്ടിനുണ്ടാവുന്ന അസഹ്യമായ വേദനകൾക്ക് ഇത് അരച്ച് പുരട്ടുന്നത് ഏറ്റവും ഉത്തമമാണ്. വളരെയേറെ പ്രയോജനങ്ങൾ പലരിൽ നിന്നും കേട്ടറിഞ്ഞ ഒന്നാണ് കരിനൊച്ചി. ഇതിൻ്റെ പൂക്കളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇത് വളർത്താനും വളരെ എളുപ്പമാണ്. മഴക്കാലങ്ങളിലാണ് ഇത് കൂടുതലായിട്ടും നമുക്ക് നട്ടുപിടിപ്പിക്കാൻ ഉത്തമമായ സമയമെന്ന് പറയുന്നത്. ഇതിൻ്റെ പൂക്കളിൽ നിന്നും അടർന്നു വീഴുന്ന കായ മുളച്ചാണ് ഈ ചെടി വളരുന്നത് എന്നാണ് ഞാൻ കേട്ടത്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയുന്നതാണെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ അസഹ്യമായ ശ്വാസം മുട്ടലും കഫക്കെട്ടും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇല വെള്ളത്തിൽ തിളപ്പിച്ച് ആവി പിടിക്കുന്നത് അത്യുത്തമമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇല നമ്മൾ ഇതുപോലെ ചതച്ചെടുത്ത് കാലിൻ്റെ മുട്ടിലോ കൈമുട്ടിലോ നമുക്ക് എവിടെയാണോ വേദനയുള്ളത് അവിടെ തേച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ കാലങ്ങളായുള്ള വേദനകളാണെങ്കിൽ പോലും ആ വേദനയും അതുപോലെ തന്നെ വേദനയ്ക്കൊപ്പമുള്ള ആ നീർക്കെട്ടും മാറിക്കിട്ടുന്നതാണ്. സ്വന്തം അനുഭവവും അതുപോലെ തന്നെ അനുഭവസ്ഥരുടെ അറിവുമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള മെയിനായിട്ടുള്ള കാരണം. ഇനി നമുക്ക് ഇതുപോലെ ചതച്ചെടുത്തിട്ട് വായ്പുണ്ണുള്ള ഭാഗത്തും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേദനയുള്ള ഏത് ഭാഗമാണോ അവിടെയും ഇത് തേച്ച് പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓപ്പൺ ആക്കിയിടുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നാളെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.